ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ശ്രീജിത്ത് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കൂടെ മനസ്സിലായിട്ടുണ്ടാവും എല്ലാവർക്കും, ഉത്തമേട്ടൻ, തണ്ണീർക്കോടിൻ്റെ സ്വന്തം ഉത്തമേട്ടനുണ്ട് കൂടെ. ഞാനിന്ന് രാവിലെ വന്നാണ്, തണ്ണീർക്കോട് പരിസര പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോ ചെയ്യാൻ വിചാരിച്ച് വന്നാണ്. അപ്പോൾ ഉത്തമേട്ടനെ കണ്ടു. അപ്പോൾ നമ്മൾ പൊന്മുട്ടയിടുന്ന താറാവ് സിനിമ ലൊക്കേഷൻ നമ്മുടെ ചാനലിലുണ്ട്. മിക്കവാറും ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. കാണാത്തവർ എടുത്ത് കാണുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉത്തമേട്ടനാണ് നമുക്കെല്ലാം, തണ്ണീർക്കോടിൻ്റെ എല്ലാം ഉത്തമേട്ടനാണ് ആ സിനിമയ്ക്ക് വേണ്ടതെന്നെല്ലാം. അപ്പോൾ ഒരുപാട് സിനിമാ അനുഭവങ്ങളുള്ള ഉത്തമേട്ടൻ. അപ്പോൾ ആ ഉത്തമേട്ടന് ആ വീഡിയോയിൽ ഒരു കാഭാഗം പോലും പറഞ്ഞിട്ടില്ല ആ സിനിമയുടെ അനുഭവങ്ങൾ. അപ്പോൾ കുറച്ച് സിനിമ അനുഭവങ്ങൾ പൊന്മുട്ടയിടുന്ന താറാവിൽ സത്യനന്ദിക്കാട് സാറുമായിട്ട് ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ഉത്തമേട്ടൻ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നടീനടന്മാരുമായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഇന്നത്തെ ഈ വീഡിയോ, അല്ലേ ഉത്തമേട്ടൻ? അതെ, ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഓരോ അനുഭവങ്ങളായിട്ട് നമുക്ക് ഉത്തമേട്ടനോട് ചോദിച്ചറിയാം. നമ്മുടെ ബാക്കിൽ കാണുന്നതാണ്, കണ്ടോ, ആ ഒരു തണ്ണീർക്കോട് പോസ്റ്റ് ഓഫീസും ആ തട്ടാൻ ഭാസ്കരൻ്റെ കടയും ഇതവിടെയൊക്കെ ഉണ്ട്. ഇതാ കട. പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു റൂം 1 മണി വരെ വർക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇത് തട്ടാൻ ഭാസ്കരൻ്റെ കട, ആ ഒരു കടയും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടോ. എന്തൊരു രസമാണ് കാണാൻ, പഴയ ആ ഒരു ബിൽഡിങ്. അപ്പോൾ അതിൽ ഉത്തമേട്ടനെ ആ ഫ്രെയിമിൽ വാങ്ങുമെങ്കിൽ അത് കംപ്ലീറ്റ് ആവുള്ളൂ. നമുക്കെന്നും മനസ്സിലാകും, അതാണ് വരിക. വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാതെ വരിക. അപ്പോൾ എന്തായാലും ഉത്തമേട്ടനോട് നമുക്ക് ചോദിച്ചറിയാം, അല്ലേ? സത്യനന്ദിക്കാട് എന്ന് പറഞ്ഞ ആളെന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു സിനിമ പിടിക്കാനാണ് ഒരു ഗ്യാങ് ഇവിടെ എത്തിയത്. അപ്പോൾ ഇവിടെ വന്നു, കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പറക്കുളം പോയി, കുറേ അവിടെയൊക്കെ നല്ല സൈറ്റാണ്. പറക്കുളം കുന്ന് അവിടെ എത്തി. അവരൊരു വീടും കാര്യങ്ങളൊന്നും അവിടെ ശരിയായിട്ട് കിട്ടിയില്ല. ഒരു ഓടിട്ട് ചെറിയ വീട് അതാണ് വേണ്ടത്, 2-3 അങ്ങനത്തെ ചെറിയ വീടുകൾ. അപ്പോൾ അതിൻ്റെ ഏരിയ ഇവിടെയാണ് വന്നപ്പം അവർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അങ്ങോട്ട് ഷൂട്ടിങ് തുടങ്ങുകയാണ്. പിന്നെയാണെന്ന് മനസ്സിലായത് ഒരു ഈഗോ പ്രശ്നം വന്നത് എന്താ വെച്ചാൽ, ഈ പെൺമുട്ടയിടുന്ന തട്ടാൻ എന്ന് പറഞ്ഞപ്പോൾ അതൊരു ജാതിയുടെ പ്രശ്നമായി മാറുകയാണ്. അപ്പോൾ അത് ഒരാളതിൽ വല്ലാതെ എതിർത്തു. എന്നിട്ടാണ് പെൺമുട്ടയിടുന്ന താറാവാക്കിയത്. അത് വളരെ ഭംഗിയായിട്ട് ജനങ്ങളുടെ സഹകരണത്തോടു കൂടി വളരെ ഭംഗിയായിട്ട് നന്നായിട്ട് പിടിച്ചു. പക്ഷേ ഈ സത്യേട്ടൻ്റെ കഥയിൽ കുറേ അനുഭവങ്ങളുണ്ട്. എന്താ വെച്ചാൽ ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്ന അനുഭവങ്ങൾ, അതിൽ വെളിച്ചപ്പാടുണ്ട്. ഒന്നാണെങ്കിൽ അത് പിടിക്കാൻ പറ്റില്ല, കാരണം എതിർക്കും ആൾക്കാർക്ക്. ഇപ്പോൾ ഈ ഭക്തി കൂടി ജാതി ഭ്രഷ്ടം കൂടി നിൽക്കില്ല ആ സമയത്ത്. അന്ന് അത് കുഴപ്പമില്ല. അങ്ങനത്തെ 88-ലാണ് അത്. വെളിച്ചപ്പാട് വേശ്യാലയത്തിപ്പോണ്ട്, ചാരായം കുടിക്കുന്നുണ്ട്, പരിപ്പോട തിന്നുന്നുണ്ട്, ചായപ്പൊടി കയറിയിട്ട്. ഇതൊക്കെ എന്നാണെങ്കിൽ അതൊന്നും അനുവദനീയമല്ല. വെളിച്ചപ്പാട് പറഞ്ഞ അധ്യാപകൻ എന്നൊക്കെ പറഞ്ഞ് പ്യുവറായിട്ടുണ്ട്. അതല്ല, അത് അതിൽ കാണിക്കുന്ന വെളിച്ചപ്പാട് അവിടെ തൂങ്ങുന്ന സമയത്ത് 10 ഉറുപ്പ്യ കൊടുത്തപ്പോൾ 10-10 എന്ന് പറഞ്ഞിട്ടുള്ളൊരു രംഗം. അതുപോലെ ശങ്കരാടി ഇപ്പോൾ പ്രായം കൂടിയ ആളാണ്, അയാൾക്കെന്താ വേശ്യാലയത്തിൽ കൂടെ അയാൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ വെളിച്ചപ്പാട് ചെല്ലുമ്പോൾ 2 കൂട്ടരും കൂടി എത്തുമുട്ട്. അപ്പോൾ ഇത്രയൊക്കെ സീരിയസ് ആയിട്ടുള്ള മാറ്ററായിട്ട് യോജിപ്പിച്ച് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിനെ സമ്മതിക്കണം. പിന്നെ അത് ഞങ്ങൾ ഇപ്പോൾ പടം പിടിച്ചു പോയിട്ട് ഇത്രയും കാലമായി, ഇപ്പോഴും അതിങ്ങനെ എടുത്ത് അതിൻ്റെ ഓരോ പോയിൻറ്റ്സിലേക്ക് എത്തുമ്പോഴും വളരെ ഡീപ്പായിട്ട് ചിന്തിക്കാനുള്ള ഇതുണ്ട്. ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ശ്രീജിത്തിൻ്റെ ഈ വരവിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മറ്റേ ശ്രീനിവാസൻ, മൺമറിഞ്ഞു പോയിട്ടുള്ള വലിയ ഒരു നടനാണ് നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. അയാളെ സത്യേട്ടനോട് പറയാം, ഈ എന്നെ ചെത്തുകാരനാക്കിയില്ലേ രംഗത്ത്. പറയും ഇതിൻ്റെ കള്ള് ചെത്തിയിട്ട് ഇറങ്ങി വരുന്ന രംഗമില്ലേ, ആ സമയത്ത് പറയും ഇന്ന് ചെത്തുകാരനാക്കിയില്ലേ എന്ന്. ആ മുപ്പര ഒരു ഏട്ടൻ ഇവിടുന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട് ഇവിടെ അടുത്ത് തന്നെ മണിയുണ്ട്. അവർ കുട്ടികൾ ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ഈ നാട്ടിൽ കൊണ്ടുവന്നിട്ട് ഇന്ന ഒരു ചെത്തുകാരനാക്കി എന്നൊക്കെ പറഞ്ഞ മൂപ്പർക്ക്. അപ്പോൾ അങ്ങനെ എല്ലാം അതിൽ ചെത്തുകാരുണ്ട്, കൂലിത്തല്ലുണ്ട്, എല്ലാം ഉണ്ട് അതിൽ. തോട്ടിൽ വെച്ചിട്ടുള്ളൊരു അംഗം. പിന്നെ പശു ഒരു മൃഗത്തിനെയും കൂടി അതിൽ ഉൾപ്പെടുത്തി. അതോ വളരെ ഇണക്കുള്ള ഒരു മൃഗത്തിനെയും കൂടി അതിൽ ഉൾപ്പെടുത്തി. ഒന്നും ഒഴിവാക്കിയില്ല. കുളം ഉണ്ട്, വയലുണ്ട്, അവിടെ വെച്ചിട്ടുള്ള പ്രണയരംഗങ്ങളുണ്ട്. പിന്നെ കുളത്തിൽ പശുവിനെ കഴുകണ രംഗം, അതേപോലെ അതിലേക്ക് തട്ടിയിടുന്നത് എല്ലാം. അതുപോലെ ജയറാമിനെ കിട്ടി, ജയറാമനെ ആയിരുന്നു അതിലേക്ക് ഉചിതമെന്ന് ഇപ്പോഴും തോന്നുന്നു. കാരണം അതുപോലെ പിന്നെ ഉർവശി, ഒരു ഉർവശിയുണ്ട്. അത് ഇതിൽ തട്ടാനെ കൊണ്ട് കാതുകുത്തിക്കണതും അയാളുടെ ഒരു മനോവിഷമം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അയാൾ അവിടെ കൊണ്ടുപോയിട്ട് അപമാനിക്കില്ല. അതാണ് മനുഷ്യനെ അപമാനിക്കുന്ന ആ ജാതിയുടെ പേരിൽ അപമാനിക്കുകയാണ്. അയാൾ പ്രൊഫഷണൽ, അയാൾ തട്ടാനാണ്. കാതുകുത്തനയിലും കൂടിയിട്ട് വിഷം കലർത്തുന്ന ആ രംഗം, അതൊക്കെ ഇപ്പോഴാണ് അതിൻ്റെയൊക്കെ രൂക്ഷഭാവങ്ങൾ ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
അത്രയും യാഥാർത്ഥ്യമായിട്ട് അന്ന് അദ്ദേഹം അതിൽ ചെലുത്തി വരാൻ പോകുന്ന ഒരു മഹർഷിയുടെ ബുദ്ധി അതിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവണം. ആ നാച്ചുറൽ ഒരു മഹർഷിയുടെ ബുദ്ധിയില്ലാതെ അങ്ങനെ പറ്റില്ല, വരാൻ പോണേനും കൂടി ഇന്നത്തെ ഇത് അതിൽ ഉൾക്കൊണ്ടിച്ചു. വല്ലാത്തൊരു അത്ഭുതം തോന്നുന്നു. അത് ഇപ്പോഴാണ് നമുക്ക് ഈ പഴക്കങ്ങൾ ഇങ്ങനെ നമ്മൾ ഓരോ വയസ്സിലും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ പോയിന്റിലേക്ക് എത്തലാണ് ഇപ്പോഴും. ആ പൊന്മുട്ടയിടുന്ന താറാവാണ് അതിൻ്റെയൊക്കെ ആ ഒരു ഉൾക്കൊണ്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ ഇപ്പോഴാണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. പിന്നെ അവിടെ താമസവും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഇവർ വന്നപ്പോൾ? താമസം നമ്മുടെ വീട്ടിലായിരുന്നു. അവരും രാവിലെ ഒരു 6 മണിക്ക് വരും, അവിടെ എല്ലാവരും കൂടി. അപ്പോൾ മൂന്നാളും കൂടി വരിയായിട്ടിരിക്കും. ഈ മറ്റേ എന്താണ് മമ്മൂക്കോയ, ഇന്നസെൻ്റ്, ശ്രീനിവാസൻ നന്നായിട്ട് പാടും, അസലായിട്ട് പാടും. മമ്മൂക്ക പള്ളിയിലൊക്കെ പോയിട്ട് അങ്ങനെ ഇവിടെ ഇരിക്കും. പിന്നെ ആ സമയത്ത് അവർ ഷൂട്ടിങ്ങിന് പോകും. ഒക്കെ ഈ പരിസരത്ത് തന്നെയാണ്. ഇവർ ഇരിക്കുക, റെസ്റ്റ് ചെയ്യുക, ഭക്ഷണവും കാര്യങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ തന്നെയായിരുന്നു. അന്ന് ഒരു തിരുവോണം വീട്ടിൽ വെച്ചിട്ടാണ് ഊണ്ടുണ്ടായത്, തിരുവോണ സദ്യ ഉണ്ടായത്. അപ്പം അങ്ങനെ ഒരു ഭയങ്കര ഒരു ചരിത്ര സംഭവം തന്നെയാണ്. അത് ഈ സിനിമ അതിൽ ഇത്രയും ആൾക്കാർ ആവശ്യപ്പെടുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ലാളിത്യം കണ്ടാൽ നമുക്ക് ഇത് തോന്നും. കാരണം മൂപ്പർക്ക് ഡ്രൈവറൊന്നുമില്ല, മൂപ്പര് സ്വന്തം വണ്ടി ഓടിച്ചിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം മുമ്പേ വന്നിട്ടുണ്ട്. അത് മനോരമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതിലാണ്. ഞാൻ അങ്ങനെ ആലോചിച്ച് ഇത്രയും വലിയൊരാൾ, പിന്നെ ഒരു കുടുംബശ്രീയൊക്കെ പറഞ്ഞ് പിന്നെ ഇത്രയും വലിയൊരാൾ ഡ്രൈവറൊന്നുമില്ല. മറ്റുള്ളവരൊക്കെ ആണെന്ന് വെച്ചാൽ വണ്ടിയും ചാരിക്കിടുന്നത്. അദ്ദേഹം സ്വയം ഒരു ഇതുമില്ലാത്ത ഒരു എന്താ പറയുക ലളിതമായ ഒരു ആ മറ്റേ കഥ പോലെ തന്നെ ആ ഹൃദയവും ഒന്ന് പറയാൻ നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോഴാണ് പറ്റിയത്. നമ്മുടെ ഉത്തമേട്ടൻ പണ്ട് ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് അല്ല ഷൂട്ടിങ്ങിന്റെ ഭാഗമല്ല, അന്ന് ഞാൻ മെക്കാനിക്കാണ്. അപ്പൊ അന്ന് സുകുമാരൻ സാറിന് ഒരു കാർ ഇവിടുന്ന് കൊണ്ടുപോകുന്ന സത്യനെ സമീപിച്ചു. പൃഥ്വിരാജിന്റെയും ഇന്ദ്രജിത്തിന്റെയും അച്ഛനായിട്ടുള്ള സുകുമാരൻ ചേട്ടന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. അവിടെ താമസിച്ചു. അപ്പോൾ എന്താ വെച്ചാൽ അവിടെ ചെന്ന് ഈ വണ്ടി സുമാരൻ്റെ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരും, വേണം ഇവിടെ വന്ന് വർക്ക് ചെയ്യണം. അപ്പോൾ ഈ കൊണ്ടുപോയതിന് കുറച്ച് വർക്ക് വന്നു. അപ്പോൾ അത് അവിടെ ഒന്ന് ആൾട്ടർ ചെയ്യേണ്ടത്. അത് മദ്രാസിൽ വെച്ച് ഞങ്ങളൊരു 10 ദിവസം അവിടെ താമസിക്കുന്നു. ചെന്നൈയിലായിരുന്നു അല്ലേ? ചെന്നൈയിൽ മാമ്പലത്ത് അവിടെ. അപ്പോൾ താമസിക്കേണ്ടി വന്നു. അപ്പോൾ അവിടുത്തെ അദ്ദേഹത്തിൻ്റെ എങ്ങനെ വെച്ചാൽ അതിന് 2 മണി വരെ ഇരുന്ന് സംസാരിക്കും. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയണം. അപ്പോൾ ആകാംക്ഷയോട് കൂടി അപ്പോൾ ഇരുന്ന് പറയും. ഞങ്ങൾ 3 പേരും സത്യേട്ടനുണ്ടായിരുന്നു, അപ്പോൾ മൂപ്പരെ റിലേഷനാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്കുള്ള ഭക്ഷണമൊക്കെ മല്ലിക ചേച്ചി തരും വളരെ സന്തോഷത്തോടു കൂടി. അപ്പോൾ നമുക്കൊരു വിഷമം നാണമുണ്ട്, പക്ഷെ അതൊന്നും വിചാരിക്കേണ്ട, കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ സൽക്കാരം വളരെ. അപ്പോൾ അത്രയും ലാളിത്യമായിട്ട് ഞാൻ ആ പ്രായത്തിൽ അനുഭവിച്ചത്. പിന്നെ കുട്ടികളാണ് അന്ന് വളരെ ചെറുപ്പമായിരുന്നു, ചെറിയ കുട്ടികൾ. ഇന്ദ്രജിത്തും മറ്റേ 2 ആളും വളരെ ചെറുപ്പമാണ്. അന്നാണ് ഞാൻ ആ മദ്രാസ് സിറ്റിയിൽ ചെന്നപ്പോൾ മലയാളികളുടെ ഒരു ബുക്കും കൂടി അവിടുന്ന് പഠിച്ചു. കാരണം രാവിലെ ആകുമ്പോൾ നമ്മൾ വളരെ ഒരു കൊട്ടാരത്തിലല്ല ജീവിക്കുന്ന വലിയ ഇതിലോട്, പക്ഷേ അവിടെ ഉള്ളവരുടെ ജീവിതം അന്ന് ഒരു ഭയങ്കര മഴയും വെള്ളപ്പൊക്കെ വന്നു. ആ സമയത്ത് അവിടുത്തെ ആ വിഷമങ്ങൾ കണ്ടു. അവിടെ എല്ലാം കുറേ മലയാളികളുടെ അവർക്ക് വീടൊന്നൊന്നുമില്ലാതെ അനുഭവിക്കുന്ന ഒരു വേദനയും കൂടി അന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ പാട്ടുപാടി ഉറക്കണം എന്താ പറയുക എന്നോടൊരു അതെ. അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിക്ക് ഫസ്റ്റ് കിട്ടിയൊരു പാട്ടുണ്ടായിരുന്നു. അത് മറ്റേ ആ പാട്ടാണ് മല്ലിക ചേച്ചി കുട്ടികളെ പാടി ഉറക്കും. പൃഥ്വിരാജിന് ഇന്ദ്രജിത്തിന് മറ്റേ തെച്ചി മന്ദാരം തുളസി, അതോ എന്ത് വൃത്തിയായിട്ട്. പാട്ടിനെ പറ്റി ഒന്നും അറിയില്ല, പക്ഷെ പാടുന്ന കേട്ടപ്പോൾ അത്ഭുതം പോലെ. അത്രയും നല്ല സ്വരത്തിൽ ഉണ്ടായിരുന്നു. കുട്ടികളെ പാടി ഉറക്കുന്ന ഒരു പാട്ടായിരുന്നു. അപ്പോൾ അതാണ് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ചോദിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ നമ്മൾ ഉത്തമേട്ടനായിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഈ വഴി വന്നപ്പോൾ ഉത്തമേട്ടന് കുറേ കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു. അപ്പോൾ നമുക്ക് ആ അനുഭവങ്ങൾ വീഡിയോ ആക്കിയിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്താണ് വീഡിയോ. അപ്പോൾ എന്തായാലും അതൊക്കെയാണ്, അത്രയല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഉത്തമേട്ടൻ്റെ വിശേഷങ്ങൾ. വളരെ ചെറുപ്പത്തിലാണ് വളരെ നമ്മൾ ഈ ഫീൽഡിലേക്ക് പ്രൊഫഷനിലേക്ക് കടന്ന സമയത്താണ് അനുഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഉത്തമേട്ടൻ്റെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ, ഉത്തമേട്ടൻ്റെ ഒപ്പമുള്ള കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരുപാട് ഓർമ്മകൾ നമുക്ക് വരും പൊന്മുട്ടയിടുന്ന താറാവിൻ്റെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഒപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫോളോ ചെയ്യുക. അപ്പോൾ ഇനിയും നമ്മൾ വരും, ഉത്തമേട്ടനെ വിളിക്കും, കാണും, എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട് ഉത്തമേട്ടൻ്റെ ഇതിൽ. അപ്പോൾ ഇന്നൊരു വീഡിയോ അങ്ങനെ അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ അതൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ നമ്മുടെ ചാനൽ വരുന്നവരേക്കും ഗുഡ് ബൈ.